നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ മുഖ്യപ്രസാദമായ ലഡുവിൽ മീനെണ്ണയും മൃഗക്കൊഴുപ്പും ചേർത്തതായി ദേശീയ ക്ഷീരവികസന ബോർഡ് ലാബ് റിപ്പോർട്ട്. YSR കോൺഗ്രസ് ഭരണകാലത്ത് നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചാണ് ലഡു ഉണ്ടാക്കിയിരുന്നതെന്ന മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ ആരോപണം ശരിവെക്കുന്നതാണ് റിപ്പോർട്ട്. മാത്രമല്ല, ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റ് വസ്തുക്കൾക്കും ഗുണനിലവാരം ഉണ്ടായിരുന്നില്ല. തിരുപ്പതി വെങ്കടേശ്വര ദർശനത്തിനെത്തുന്ന കോടാനുകോടി ഭക്തജനങ്ങളെയാണ് ഇതുവഴി വഞ്ചിച്ചതും അധിക്ഷേപിച്ചതും. ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ, സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, എൻ്റെ കയ്യിൽ ലാബ് റിപ്പോർട്ട് ഉണ്ട്. ആ ലാബ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, എസ് വാല്യൂ ഇക്വേഷൻ ഫോർ ഇറ്റ് സസ്പെക്റ്റഡ് അഡൾട്ടറൻസ് ആസ് പെർ ISO 17678/2019. അതിൽ പറയാണ്, സോയാബീൻ, സൺഫ്ലവർ, ഒലീവ്, rapeseed, linseed, wheat germ, mycelium, cottonseed, fish oil, coconut and palm kernel fat, palm oil and beef tallow, lard. കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അക്കമിട്ട് പറയുന്നുണ്ട്. ദി എബോവ് സാമ്പിൾസ് ഡസ് നോട്ട് കംപ്ലൈ ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് FSSAI ഫോർ ദി ടെസ്റ്റഡ് പാരാമീറ്റേഴ്സ്. ദ പാരാമീറ്റേഴ്സ് മാർക്ക്ഡ് വിത്ത് ER ഔട്ട് ഓഫ് സ്പെസിഫിക്കേഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നേരത്തെ അമരാവതിയിൽ ചേർന്ന NDAയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർത്തിയത്. ഇപ്പോഴിതാ ലാബ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു. കൃത്യമായി തിരുപ്പതി ക്ഷേത്രം അശുദ്ധമാക്കുക, അതുപോലെ ഹൈന്ദവ വിശ്വാസം തകർക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ലഡു ഉണ്ടാക്കാൻ മീനെണ്ണയും മൃഗക്കൊഴുപ്പും ഉപയോഗിച്ചത് എന്നതിൽ സംശയമില്ല. മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ചുറ്റുപാടുകളെപ്പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം ആരോടായിരുന്നുവെന്ന് നാം പല സന്ദർഭങ്ങളിലായി കണ്ടതാണ്. സനാതന മൂല്യങ്ങളോട് മുഖം തിരിച്ചു നിന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആന്ധ്ര ഭരിച്ചതിൻ്റെ തിക്തഫലങ്ങളല്ലേ ഇതൊക്കെ? എന്താണ് താങ്കളുടെ നിരീക്ഷണം, കാഴ്ചപ്പാട്? സാമുവൽ രാജശേഖര റെഡ്ഡിയുടെ മകനാണ് അങ്ങേര്, അല്ലാണ്ട് ചുമ്മാ ജഗൻമോഹൻ റെഡ്ഡി ഒന്നും അല്ല. സാമുവൽ രാജശേഖര റെഡ്ഡി, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആന്ധ്ര വരെ ഒന്നും പോകണ്ട. ഇവിടെ ശബരിമല സമരം നടന്നപ്പോൾ ശബരിമലയെ അധിക്ഷേപിക്കാനും ശബരിമലയിലെ നോയമ്പ് മുടക്കാനും വേണ്ടി അവിടെ നോയമ്പെടുക്കുന്ന ഭക്തരുടെ അടുക്കിലേക്ക് അതായത് യുവതികളായിട്ടുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നും പറഞ്ഞ് കേരളത്തിലെ 80% ജനങ്ങളാണ് ഒന്നിച്ചു നിന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് ഹിന്ദുക്കൾ അല്ലാത്ത പലരോടും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത്? ഹിന്ദുക്കളുടെ വിശ്വാസമല്ലേ, അത് നടന്നോട്ടെ. ഒരാൾ നോയമ്പെടുക്കുന്നു, അപ്പം ഈ ശബരിമല നോയമ്പില് ഭക്ഷണത്തിൽ മാത്രമല്ല ജീവിതക്രമത്തിലും നിയന്ത്രണമുണ്ട്. ആ നോയമ്പെടുക്കുന്ന പുരുഷനോ അവർക്കൊരു സ്ത്രീ ബന്ധം പാടില്ല. അപ്പൊ അവർ ആ നോയമ്പെടുത്ത അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വരുന്നിടം വരെ നോൺ വെജ് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒത്തിരി അതിന്റെ നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അതിനെ ബ്രീച്ച് ചെയ്യാൻ വേണ്ടി എന്തിനാണ് വളരെ നിർബന്ധിച്ച് ഈ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആണ് എനിക്ക് തന്നെ മനസ്സിലായത്, അതിഭയങ്കരമായ ഹിന്ദു വിരോധം, ഹിന്ദു ആചാരങ്ങളോടുള്ള വിരോധം, ഹിന്ദുക്കളുടെ ധർമ്മത്തോടുള്ള വിരോധം, പുച്ഛം, അവജ്ഞ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഈ പ്രബുദ്ധരാണ് എന്ന് പറയുന്ന 80 ആൾക്കാരിലെ 80% പേരിലും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഹിന്ദു നാമധാരികളും ഉണ്ടായിരുന്നു. അതേപ്പറ്റി ഒരു റൗണ്ടും കൂടെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ ഫോറിൻ മതങ്ങൾ, അതായത് ജിഹാദി, ഇവാഞ്ചലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ലിബറൽസ്, ഈ 4 ഫോറിൻ മതങ്ങളാണ് വളരെ കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒളിച്ചു വെക്കാനൊന്നുമില്ല, ഇത് വളരെ പ്രകടമാണ്. അതായത് അനാവശ്യമായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ലാതെയുള്ള ഹിന്ദു വിരോധം.
ഇന്ത്യ വിരോധം, ഇന്ത്യൻ സംസ്കാരങ്ങളോടുള്ള വിരോധം, ഇന്ത്യൻ ആചാരത്തോടുള്ള വിരോധം, അമ്പലത്തിനോടുള്ള വിരോധം, അവിടുത്തെ ആചാരങ്ങളോട്, ഇതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല. ഈ അഡൾട്രേഷൻ, ഈ മാലിന്യങ്ങൾ, അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ മാലിന്യം ചേർക്കുന്ന പരിപാടിയാണ് അഡൾട്രേഷൻ. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഫിഷ് ഓയില്, ബീഫിന്റെ, പിന്നെ പിണ്ണാക്ക്, പിന്നെ ബാക്കി എല്ലാത്തിന്റെ ഈ വെജിറ്റബിൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം വേസ്റ്റ് ആണ്. ശരിക്കും ലഡു ഉണ്ടാക്കാൻ ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല. അതിനുള്ള സാധനങ്ങളും ഈ വേസ്റ്റ് കൊണ്ടിരുന്നതിന്റെ ചെലവും ഒറിജിനൽ സാധനത്തിന്റെ ചെലവും നോക്കിയാൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോ ഈ ക്രിമിനൽ ആക്ടിവിറ്റി അവിടെ നടന്നിരിക്കുന്നത് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖത്തിന് വേണ്ടിയാണ്. അതായത് ഹിന്ദുക്കളെയും ഹിന്ദുക്കളുടെ ആചാരങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ ഈ മേൽപ്പറഞ്ഞ വിദേശ ചിന്താഗതികൾ മനസ്സിലുള്ളവർക്ക് ഒരു വലിയ ആത്മസംതൃപ്തിയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ നരഭോജികൾ, കാനിബാൾസ് ഉണ്ട്. അപ്പൊ അവര് ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിലെ പോകുമ്പോൾ അവനെ കൊന്നു തിന്നുകയാണെങ്കിൽ അവന്റെ സൗന്ദര്യവും ബുദ്ധിശക്തിയും അവന്റെ കഴിവും എല്ലാം കിട്ടി അത് നമുക്ക് കിട്ടുന്നു എന്നാണ് ഈ നരഭോജികളുടെ ഒരു മനഃശാസ്ത്രം. കാനിബാൾ സൈക്കോളജി എന്ന് പറയും. അവരുടെ ചിന്ത അങ്ങനെയാണ്. അതുപോലെ ഇന്ത്യയിൽ ഈ ഇന്ത്യ അലയൻസും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പാർട്ടികളും, അത് ഒരു MLA MP ഉള്ള പാർട്ടി തുടങ്ങി 99 എണ്ണം ഉള്ളവരുടെ എല്ലാവരുടെയും ചിന്താഗതി ഹിന്ദുവിനെ അധിക്ഷേപിക്കുന്നതോടുകൂടി, അമ്പലത്തെ അധിക്ഷേപിക്കുന്നതോടുകൂടി, അവിടുത്തെ ആചാരങ്ങളെ അധിക്ഷേപിക്കുന്നതോടുകൂടി ഇവർക്ക് ശക്തി വർദ്ധിക്കുന്നു എന്നാണ് ഇവരുടെ ഒരു ധാരണ. അതിന് മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടികളാണ് ഉദ്യോഗസ്ഥന്മാരും ബാക്കി ആൾക്കാരും. പിന്നെ ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവിടെ പൂജ ചെയ്യുന്നവരും അമ്പലത്തിൽ ജോലി ചെയ്യുന്നവരും വരെ ഇവാഞ്ചലിസ്റ്റുകളാണ്. പേര് അവര് എന്താണ് വ്യാജ മാമോദീസ മുങ്ങി ഇവാഞ്ചലിസ്റ്റുകളായിരിക്കുകയാണ്. പക്ഷെ അവർ ആ ഹിന്ദു പേര് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ജോലിക്കും ശമ്പളത്തിനും വേണ്ടി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് അവിടെ ഒരു ഇഷ്യൂ ആണ്. ഇതേ ഇഷ്യൂ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ സ്റ്റേറ്റിലും കുറേശ്ശെയായിട്ടുണ്ട്. ആന്ധ്രയിലെ പോലെ അധികമായിട്ടില്ല എന്ന് മാത്രം. ഇത് നേരത്തെ നോട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. ഇന്നലെ പുറത്തു വരുന്നതല്ല. ഇത് നേരത്തെ തന്നെ ഈ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സജഷൻ കേന്ദ്ര ഗവൺമെന്റിന് അയച്ചിരുന്നു. ഇമ്പേഴ്സണേഷൻ, അതായത് എല്ലാവരും അവരവരുടെ മതം ഡിക്ലെയർ ചെയ്യണം, മതം മാറിക്കഴിഞ്ഞാൽ ഗവൺമെന്റിനെ നോട്ടിഫൈ ചെയ്യണം. അങ്ങനെ ഒരു ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി, മതം മാറിയിട്ട് വീണ്ടും പഴയ മതത്തിൽ നിന്നുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ചെയ്യാൻ പാടില്ല. ഇത് നിയമം മൂലം ഗവൺമെന്റ് നിരോധിക്കേണ്ടതായിരുന്നു. പിന്നെ കഴിഞ്ഞ 10 വർഷം ആയിട്ടാണ് ഹിന്ദുക്കൾക്ക് 1000 വർഷത്തെ ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ 10 വർഷമാണ് ഹിന്ദുക്കളുടേതെന്ന് പറയുന്ന ഒരു ഭരണം ഡൽഹിയിൽ വരുന്നത്. അപ്പൊ ആ ഭരണകൂടം ഇപ്പൊ ഇരിക്കുന്ന മോഡി ഗവൺമെന്റ് എന്നെ ഒരു ചെറിയ ലാബ്സ് പറ്റി. ആ ലാബ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദു പ്രൊട്ടക്ഷൻ ലോ, ഹിന്ദുത്വ പ്രൊട്ടക്ഷൻ ലോ, റിച്വൽസ് ആൻഡ് ട്രഡീഷൻസ് പ്രൊട്ടക്ഷൻ ലോ, അങ്ങനെ ഒരു നിയമപരമായ ഒരു പ്രൊട്ടക്ഷൻ ഹിന്ദുത്വത്തിന് ഇന്ത്യയിൽ ഇല്ല. കേട്ടാൽ എല്ലാവരും ഓർക്കും ബാക്കി എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹിന്ദുക്കൾക്ക് അല്ലെ ഹിന്ദുത്വത്തിന്റെ നടപടിക്രമങ്ങൾക്കോ നിയമപരമായ പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ ഇല്ല. ആർക്കും ഹിന്ദുത്വത്തെ അധിക്ഷേപിക്കാം, ആർക്കും പറ്റിക്കാം. ഈ അഡൾട്രേഷന് ആരെയും ശിക്ഷിക്കാൻ പോകുന്നില്ല, കാരണം നിയമമില്ല. ആരെയും എതിരെ ഒരു നടപടിയും ഗവൺമെന്റിന് എടുക്കാൻ പറ്റത്തില്ല, കാരണം നിയമമില്ല. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം സമയം കളഞ്ഞു. കഴിഞ്ഞ 10 വർഷം ഇതിനെതിരെ നിയമം ഉണ്ടാക്കേണ്ടതായിരുന്നു. പല പ്രാവശ്യം ഞാൻ എഴുതിയതാണ്. ശബരിമല സമരം വന്നപ്പം കേന്ദ്ര ഗവൺമെന്റിനോട് നിയമം ഉണ്ടാക്കാൻ, ഹിന്ദുക്കൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെയാണ് മുഗൾ കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പം വഖഫിനെ ലീഗലൈസ് ചെയ്തത്? എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് ഒരു പാകിസ്ഥാനെ കോൺഗ്രസ് സ്ഥാപിച്ചത്? പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു. അപ്പൊ പാർലമെന്റിൽ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല എന്നത് ഹിന്ദുക്കളെ സിറ്റിംഗ് ഡക്സ് ആക്കി, ഹിന്ദു ആചാരങ്ങളെ ആർക്കും അധിക്ഷേപിക്കാവുന്ന അവസ്ഥയുണ്ടാക്കി. അപ്പൊ ഇപ്പോഴെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഉടനടി കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഹിന്ദുക്കൾക്കും ഹിന്ദുത്വത്തിനും അമ്പലത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും അഭിമാനത്തിനും എല്ലാം സംരക്ഷണം കൊണ്ടുവരുന്ന നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ശബരിമലയെ അധിക്ഷേപിച്ച പോലെ എല്ലാ അമ്പലങ്ങളും അധിക്ഷേപം നേരിടും, ഹിന്ദുക്കളുടെ ആചാരങ്ങളും അധിക്ഷേപം നേരിടും. കാരണം വിദേശ ഐഡിയോളജികൾ ഹിന്ദുത്വത്തിനോടോ നമ്മുടെ രാജ്യത്തിനോടോ ഹിന്ദുസ്ഥാനോടോ യാതൊരു റെസ്പെക്റ്റും പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല, അനാവശ്യവുമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. കാണുമ്പോൾ പല്ലടിച്ച് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല പ്രൊഫസർ സ്റ്റാൻലി, പുകഴ്ത്തണ്ട, ഇകഴ്ത്താതിരുന്നാ പോരെ? പുകഴ്ത്തണം എന്നുള്ള വാശിയൊന്നുമില്ല, ഇകഴ്ത്താതിരുന്നാ പോരെ? ഇകഴ്ത്തുക എന്നുള്ളതല്ല, ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ അതായത് ഒരു കാര്യം പറയാം. ഈ ശബരിമല സമരം നടന്നപ്പം
ഈ ഗവൺമെന്റിന്റെ കൂടെ കാരണഭൂതത്തിന്റെ ഗവൺമെന്റിന്റെ കൂടെയായിരുന്നു ഇവിടുത്തെ 10 കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ. ഞങ്ങളുടെ ആൾക്കാരൊക്കെ അധികം കേരള കോൺഗ്രസിലാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ കൂടെ നിങ്ങൾ സമരത്തിന് പോകുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? നമുക്ക് 50 നോയമ്പ് 25 നോയമ്പും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ആചാരപ്രകാരം ക്രിസ്മസിനും ഈസ്റ്ററിനും നമ്മൾ ആഘോഷിക്കുന്നു. അപ്പൊ ഹിന്ദുക്കൾക്ക് ശബരിമലയിലെ നോയമ്പ് എടുക്കുന്നതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുക്കളെ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് ആർക്കും ഉത്തരവില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു രസം, പോർച്ചുഗീസുകാർ വരുന്നിടം വരെ 1500 വർഷം ക്രിസ്ത്യാനികളുടെ നോയമ്പിലും കുടുംബജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും മാറി നിൽക്കുക എന്നത് ക്രിസ്ത്യൻ നോയമ്പിന്റെ ഭാഗമായിരുന്നു എന്ന് വിചാരിക്കണം. ഈ AD 52 തുടങ്ങി AD 1500 വരെ ഈ ശബരിമല നോയമ്പിന് തത്തുല്യമായ നോയമ്പാണ് ക്രിസ്ത്യാനികൾ വരുത്തോണ്ടിരുന്നത്. വെള്ളക്കാരൻ വന്നതിന് ശേഷമാണ് അത് മാറി, അത് ഒഴിവാക്കി, അത് ഓപ്ഷണൽ ആക്കി. അതായത് ഇഷ്ടം ഉണ്ടായാൽ മതി. കാരണം പോർച്ചുഗീസുകാരന് ആ നോയമ്പെടുക്കാനുള്ള സംയമനം ഇല്ല, അതുകൊണ്ടാണ് അവനത് മാറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഓർത്തോടെ, ഇതൊക്കെ നാട്ടുകാർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ഈ ശബരിമല സമയത്ത് സമരത്തിന്റെ സമയത്ത് കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റ് ലോബി കാണിച്ചു കൂട്ടിയ കള്ളത്തരം എന്തായിരുന്നുവെന്നും അത് ജനങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ഈ ശബരിമല നോയമ്പിന്റെ അതേ കണ്ടീഷൻസ് ആണ് ക്രിസ്ത്യാനികളുടെ നോയമ്പിനും ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് അത് മാറ്റിയത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ജിഹാദികൾ മാത്രമല്ല, ഇവാഞ്ചലിസ്റ്റ് ലോബിയും വളരെ ശക്തമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നൊന്നും തർക്കമിരിക്കുന്നത്. ഇവിടെ ആകെ എന്താണ് ഇതേ കാര്യം തന്നെയാണ് കേരളത്തിൽ ശബരിമലക്കെതിരെ നടന്ന സബോട്ടേജ് അല്ലെങ്കിൽ അട്ടിമറി ശ്രമം ആന്ധ്രയിലോട്ട് പറിച്ചു നടപ്പെട്ടു. അത്രേ ഉള്ളൂ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വത്തിനെതിരെയുള്ള ഡയറക്റ്റ് ആക്രമണങ്ങൾ പലപ്പോഴും കോൺഗ്രസ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാറില്ല. കോൺഗ്രസ് ഇനി ഇന്ത്യ അലയൻസിലെ തേർഡ് ഫ്രണ്ട്, മൂന്നാം മുന്നണി കക്ഷികൾ എന്ന് പറയും. ADMK, DMK, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, YSRCP, അങ്ങനെ മമത, അങ്ങനെ അവരുടേതായിട്ടുള്ള പവാർ, അങ്ങനെയൊക്കെയുള്ള ഉദ്ധവ് താക്കറെ, അങ്ങനെ കുറെ ആൾക്കാരെ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദുക്കൾക്കിട്ട് സൂത്രത്തിൽ പണി കൊടുക്കുക, സ്വാമിമാരെ തട്ടുക, അങ്ങനെയുള്ള പരിപാടിക്ക് കോൺഗ്രസ് ഇതിന്റെ പുറകിൽ ഒരു എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യത്തേ ഉള്ളൂ. കാരണം കോൺഗ്രസിന് ഡയറക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നതിൽ അവർക്കൊരു നാഷണൽ കക്ഷി എന്നുള്ള നില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരുടെ കൂടെയുള്ള കുഞ്ഞു കുറുക്കന്മാരെ കൊണ്ട് ഈ പരിപാടികളെല്ലാം ചെയ്യിച്ചു. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ മുഖ്യ പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗക്കൊഴുപ്പും മീനെണ്ണയും വെച്ചാണ്. അങ്ങനെ ഒരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചു. ഇപ്പോഴിതാ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ ലാബ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കൃത്യമായി ഞാൻ ആമുഖത്തിൽ വായിച്ചതാണ്. ഞാൻ താങ്കൾക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു. താങ്കൾ അത് നോക്കിക്കാണും അല്ലേ? ഞാനത് കണ്ടു. കേൾക്കാമോ? കേൾക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ വെങ്കടാചലപതി ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അധികം വരുമാനമുള്ള ദേവാലയമാണ്. ലോകത്തിൽ എല്ലാ മതങ്ങളിലും വെച്ച്, എല്ലാ മതങ്ങളുടെ മക്കയായിക്കോട്ടെ, ജെറുസലേം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാറ്റിക്കൻ ആയിക്കോട്ടെ, എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ വെച്ച് ദ റിച്ചസ്റ്റ് ഗോഡ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ദേവതയാണ് നമ്മുടെ തിരുപ്പതിയിലുള്ളത്. അവിടെ മുടി മാത്രം പഠിച്ചിട്ട്, മുടി വിറ്റിട്ട് മാത്രം കോടികളാണ് വരുമാനം വരുന്നത്. അപ്പൊ ഒരു ക്ഷേത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഐക്കണോക്ലാസം, വിഗ്രഹ ഭഞ്ജനം ആണ് പ്രിയം. അതായത് ക്ഷേത്രം ആക്രമിക്കുക, അവിടുത്തെ സ്വത്ത് തട്ടിയെടുക്കുക, വിഗ്രഹങ്ങളെ കൈയും കാലും തലയൊക്കെ വെട്ടുക. എന്നിട്ട് അള്ളാഹുവിന്റെ സുപ്രമസി, അള്ളാഹു ഈ കല്ലിനെയൊക്കെ ഭരിക്കാൻ ശക്തിയുള്ള ദേവതയാണ്. അള്ളാഹു വിചാരിച്ചാൽ ഇവിടുത്തെ കല്ലിനെ ആരാധിക്കുന്ന കൾട്ട് ഇല്ലാതാക്കാൻ പറ്റും. ഡിറക്റ്റ് അറ്റാക്ക് ആണ് അവിടെ പ്ലാൻ ചെയ്തിട്ട് ഹിറ്റ് ആൻഡ് റൺ പോലെ ക്ഷേത്രങ്ങളിലേക്ക് കടന്ന് ടിപ്പു ചെയ്തത് പോലെ ആ മാതൃക, അല്ലെങ്കിൽ ഭീരുവായ മാപ്പിള ലഹളയുടെ നേതാവ് ചെയ്തതുപോലെ നേരെ കടന്നു ചെന്ന് ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുക, സ്വത്ത് തട്ടിയെടുക്കുക, നേരെ കടന്നു ചെന്നിട്ട് വിഗ്രഹങ്ങളെ നശിപ്പിക്കുക. പക്ഷെ അത് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ പെട്ടെന്ന് വരുന്ന ഒരു അറ്റാക്കാണ്. എന്നാൽ അതിന്റെ മറുവശം അതിലേറെ ഭീകരവും പുറമേ കാണാത്തതും സൂക്ഷ്മവുമാണ്. അത് ഈ നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ ഒരു ഇവാഞ്ചലിക്കൽ മിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അത് പുറമെ അറിയില്ല. നമ്മുടെ തന്നെ നാട്ടിൽ അവർ വളരെ സ്നേഹത്തോടെ വന്ന് ഒരു നായരോടോ നമ്പൂരിയോടോ സ്ഥലം ചോദിക്കും.
വളരെ ഞങ്ങൾ പള്ളിക്കൂടം പണിതോട്ടെ ചോദിച്ചു. ആ പള്ളിക്കൂടം പിന്നീട് പള്ളികളുടെ വകയായി. അവിടെ പിന്നീട് വലിയ സ്ഥാപനങ്ങൾ വരുന്നു. ഒക്കെ നല്ലത് തന്നെ, വിദ്യാഭ്യാസമൊക്കെ നല്ലത് തന്നെ. പക്ഷെ അവിടെ മെല്ലെ 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 വളരെ സട്ടിലായിട്ട് അവിടെയുള്ള ക്ഷേത്രങ്ങളെ, മൂർത്തികളെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കാം, എങ്ങനെ അതിനെ നമുക്ക് ആ ജനങ്ങളെ മാറ്റിയെടുക്കാം, ഇത് നേരിട്ട് അറ്റാക്ക് സാധ്യമല്ലെങ്കിൽ എങ്ങനെ സട്ടിലായിട്ട് കൊടുക്കാം. നമുക്കറിയാലോ സിപ്പോയ് മ്യൂട്ടിനി എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായെന്ന് അറിയാലോ. ഈ വെടിക്കോപ്പുകളിൽ പന്നിമാംസത്തിന്റെ അംശം അല്ലെങ്കിൽ പന്നിക്കൊഴുപ്പ് ഉണ്ടെന്ന പ്രചരണമായിരുന്നു. അതെ. അപ്പൊ ആ പന്നിക്കൊഴുപ്പ് ബ്രിട്ടീഷുകാരാണ് ചേർത്തത്. അപ്പൊ ഒരു ജിഹാദി ചിന്തിക്കുന്നത് പോലെ അല്ല ഒരു ബ്രിട്ടീഷുകാരൻ ചിന്തിക്കുന്നത്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഇവിടെ ബാക്കി വെച്ചു പോയ ജീൻ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അവർ നേരിട്ട് ഒരു അറ്റാക്കും ചെയ്യില്ല. അവർ വളരെ സട്ടലായിട്ട് നമ്മുടെ സാംസ്കാരിക മാനബിന്ദുക്കളെ എങ്ങനെ സൂക്ഷ്മമായി മറ്റു കരങ്ങളിലൂടെ ആക്രമിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുപ്പതിയിൽ നടന്നിരിക്കുന്നത്. ഇത് നിസ്സാരമായ വിഷയമല്ല. സ്റ്റാൻലി സാർ പറഞ്ഞതിൽ ഒരു പർട്ടിക്കുലർ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു നല്ലൊരു മുന്നണി ഉണ്ടാവുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ഷേത്രങ്ങളും അതുപോലെ ആശ്രമങ്ങളും ഹിന്ദു മാനബിന്ദുക്കളായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും ആർക്കും എന്തും ചെയ്യാവുന്ന തരത്തിൽ ഔട്ട് ഇൻ ദി ഓപ്പൺ എന്ന് പറയുന്ന പോലെ ഏത് ഇടിമിന്നൽ വന്നാലും ചത്തുപോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കൃത്യമായ ശക്തമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കുറെ കൂടെ കാലം ക്ഷേത്രങ്ങൾക്ക് തനതായ രീതിയിൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നിലനിൽക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഞാൻ അടക്കമുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുപ്പതിയിലെ ലഡ്ഡു കഴിക്കുന്നത്. ഒന്നും രണ്ടും ആളല്ല, ലക്ഷോപലക്ഷം ആളുകളാണ് കഴിക്കുന്നത്. അതിൽ ബീഫിന്റെ അംശവും അല്ലെങ്കിൽ അതിൽ മറ്റ് മൃഗക്കൊഴുപ്പും ഉണ്ടെന്ന് കണ്ടാൽ തിങ്ക് അബൌട്ട് ദ കൈൻഡ് ഓഫ് ഹാം ദേ ഹവ് ഡൺ. ആ എന്തുമാതിരത്തെ ഒരു ഉപദ്രവമാണ് നമ്മുടെ സാംസ്കാരിക മനസ്സിനെ വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ അംബേദ്കർ വാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും കേരള കോൺഗ്രസ്സുകാരനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ശക്തി ഒന്നാണ്. അവർ നമ്മൾ ശങ്കരാടി പറഞ്ഞ പോലെ പ്രഥമ ദൃഷ്ടിയ അവർ അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവമാണ്. ആ അന്തർധാര ഉണ്ടാക്കുന്നത് കത്തോലിക്ക സഭയുടെ അതിബുദ്ധിമാന്മാരായ ആളുകളാണ്. യാതൊരു സംശയമില്ല. ഇത് അനിൽജി വായിക്കേണ്ടെന്ന് അങ്ങ് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വായിക്കേണ്ടുന്ന ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് സീതാറാം ഗോയൽ എന്ന മഹാനായ എഴുത്തുകാരന്റെ കാത്തലിക് ആശ്രംസ് സെയിൻസ് ഓർ സ്വിൻഡ്ലേഴ്സ് എന്നൊരു പുസ്തകം. സന്യാസിൻസ് ഓർ സ്വിൻഡ്ലേഴ്സ് എന്നൊരു ബുക്കുണ്ട് സീതാറാം ഗോയലിന്റെ. ആ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എന്തൊക്കെ തന്ത്രങ്ങളാണ് കത്തോലിക്ക സഭ ഹിന്ദുധർമ്മത്തെ അടിവേരറക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നത് എന്ന് 70-കളിൽ 80-കളിൽ തന്നെ എഴുതി വെക്കുകയും ഭാരതത്തിൽ ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ വായിക്കുകയും ചെയ്തു. ഞാനടക്കമുള്ള ആളുകൾ അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവരുടെ ഈ പുറമേ. അപ്പൊ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ അമേരിക്കയിലുള്ളപ്പോ ആരോ ഒരാൾ ചോദിച്ചു, ഈ കാത്തലിക് നൺസും പ്രീസ്റ്റും ഒക്കെ വളരെ ശാന്തരാണല്ലേ എന്ന്. അപ്പൊ സ്വാമിജി പറയാണ്, അത് കൊക്കിന്റെ ശാന്തതയാണ്. എന്താണ് കൊക്കിന്റെ ശാന്തത? കൊക്ക് കരയ്ക്ക് കണ്ണടച്ച് ധ്യാനിക്കുന്ന പോലെ നിൽക്കും, പക്ഷെ അത് ധ്യാനിക്കുകയല്ല, വെള്ളത്തിലൂടെ എപ്പോൾ മീൻ വരും അതിനെ കൊത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്, ഇരയെ തേടി നിൽക്കുകയാണെന്ന് പറഞ്ഞു സ്വാമിജി. എക്സാക്ട്ലി ദ സെയിം ഈസ് ഹാപ്പനിങ് ഇൻ തിരുപ്പതി ഓൾസോ. കാരണം ഈ YSR കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നോ തന്നെ ക്രിസ്തീയ സഭ ഹൈജാക്ക് ചെയ്തു. അയാൾ തന്നെ സ്വയം YSR തന്നെ സ്വയം ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയിരുന്നു. മകൻ കുരിശു വരയ്ക്കുന്നവനാണ്. തമിഴ്നാട്ടിലെ സ്ഥിതി വ്യത്യാസമല്ല. സനാതനത്തെ അഴിക്കണം എന്ന് പറയുന്നവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ക്രിസ്തു മതത്തിലെ പെൺകുട്ടിയാണ്. അപ്പോൾ കല്യാണം കഴിക്കുക, അവിടെ ഒരു ക്രിസ്തീയ സമ്പ്രദായ പ്രകാരം ഒരു മാരേജ് സാധുവാവണമെങ്കിൽ മതം മാറണം. ഒരു രണ്ട് വിജാതീയർ തമ്മിൽ കല്യാണം കത്തോലിക്ക സഭ അനുവദിക്കുന്നില്ല. അത് വലിയ പാപമാണ് അവർക്ക്, അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല. സോ മതം മാറ്റിക്കൊണ്ട് മാത്രം കല്യാണം കഴിക്കുന്ന രണ്ട് മതങ്ങളാണ് ജിഹാദി മതവും ഈ ക്രിസ്തു മതത്തിന്റെ ഈ കാത്തലിക് വേർഷനും. ഇപ്പൊ എന്തുകൊണ്ടാണ് മതത്തെ നേരിട്ട് ആക്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൽ മതപരിവർത്തനവും ഹിന്ദു മതത്തെ അടിവേരാക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സർക്കാർ സഹായം കിട്ടുകയാണ്. തമിഴ്നാട്ടിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടില് മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മീയാചാര്യൻ ഒരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പുനർജന്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും പറഞ്ഞതിന്റെ പേര് വലിയ വഴക്കുണ്ടായി. അവിടെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു റൈസ് ബാഗ് കൺവേർട്ട് എന്ന് പറയും, നമ്മൾ അരിച്ചാക്ക് വാങ്ങിയിട്ടും ചാരായം വാങ്ങിയിട്ടും മതം മാറിയ ഒരുത്തൻ, അവൻ പോയിട്ട് എന്തിനാണ് പുനർജന്മത്തെ പറ്റി പറയുന്നത് ചോദ്യം ചെയ്യുകയാണ്. അതായത് ഭാരതത്തിൽ എവിടെയും ഹിന്ദു ധർമ്മത്തെ ഒരു വിദ്യാലയത്തിലും പഠിപ്പിക്കപ്പെടരുത് എന്നൊരു നിയമമുണ്ട്. ഞാൻ ഒരിക്കൽ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ കോഴിക്കോട് മീൻചന്തയിലുള്ള ആശ്രമത്തിൽ പോയപ്പോ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി ഇവിടെ ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നുണ്ടോ? സ്വാമിജി പറയൂ, നമുക്കതിന് അവകാശമില്ല. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡോട് കൂടിയുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും മുസ്ലിം സ്ഥാപനങ്ങൾക്കും അവരവരുടെ മതം പഠിപ്പിക്കാം.
ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് പറ്റില്ല. അവിടെ നമ്മൾ മതേതരം പറഞ്ഞുകൊള്ളണം. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാപ്റ്റീവ്സ് ഓർ റെഫ്യൂജീസ് ഇൻ വൺസ് ഓൺ ലാൻഡ്, സ്വന്തം നാട്ടിലെ അഭയാർത്ഥികൾ. 100% ശരിയാ, 100% ശരിയാ. അല്ല സാർ, ആലോചിച്ചു നോക്കൂ, അനിൽജി ആലോചിച്ച് നോക്കൂ, ക്യാപ്റ്റീവ്സ് ഓർ റെഫ്യൂജീസ് ഓൺ വൺസ് ഓൺ ലാൻഡ് എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു വേദനാജനകമായ അധസ്ഥിതി ആർക്കെങ്കിലും ഉണ്ടോ? ലോകത്ത് ഒരു സംസ്കാരത്തിനുമില്ല. ദാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ ഹാസ് നോട്ട് ചേഞ്ച് യെറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞതാണ്. അതായത് ഇത്രയും കാലം നമുക്ക് നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു നേതാവിനെ നമുക്ക് കിട്ടിയിട്ട് പോലും വി കുഡ് നോട്ട് ചേഞ്ച് എനി ഓഫ് ദീസ് ബേസിക് ചെയിൻസ് ദാറ്റ് ടൈ us up. നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ചങ്ങലയിൽ ഒരു കണ്ണി പോലും അഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ, ഹിന്ദുക്കൾ ഗവൺമെന്റ് എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ, രാമകൃഷ്ണ മിഷൻ സ്കൂളൊക്കെ അങ്ങനെയാണ്, എയ്ഡഡ് ആണ്, ഗവൺമെന്റ് എയ്ഡ് കൂടി വരുന്നുണ്ട്. അവിടെ ശ്രീരാമകൃഷ്ണ വചനാമൃതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ പഠിപ്പിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് നോട്ട് അലൗവബിൾ. അതേ സമയത്ത് അതേപോലെ തന്നെ അപ്പുറത്തൊരു സെന്റ് ആന്റണി സ്കൂൾ ഉണ്ടെന്ന് കരുതുക, അവിടെ ബൈബിൾ പഠിപ്പിക്കാം. അല്ലെങ്കിൽ അപ്പുറത്തൊരു മുജാഹിദ് സ്കൂളിനെ ഖുറാൻ പഠിപ്പിക്കാം. ഹിന്ദുവിന് മാത്രം ഹിന്ദു ധർമ്മം പഠിപ്പിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഹിന്ദുവിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് ഇതാണ്: സ്വന്തം നാട്ടിലെ അഭയാർത്ഥികൾ. വോട്ട് ചെയ്യാൻ മാത്രം രാഷ്ട്രീയക്കാർ പലതും പറഞ്ഞ് കണ്ണഞ്ചിപ്പിച്ച് വോട്ട് വാങ്ങിയെടുക്കുന്ന മൃഗങ്ങൾ, സ്വന്തം അവകാശങ്ങളെക്കുറിച്ചോ സ്വന്തം ധർമ്മത്തിന്റെ മഹിമയെക്കുറിച്ചോ അറിയാത്ത പാവങ്ങൾ. അപ്പൊ ഇവർക്ക് മാറാനുള്ള, ഇവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് തരുന്ന ദേവന്റെ പ്രസാദമാണ് അവിടെ തരുന്ന ലഡു. വെറുതെ ലഡു കടയിൽ നിന്ന് വാങ്ങി തരില്ല. ദേവൻ ഭുജിച്ച ശേഷം ബാക്കി വരുന്നത് പ്രസാദം, മനുഷ്യൻ ഭുജിച്ച ശേഷം ബാക്കി വരുന്നത് എച്ചിൽ. ആ വ്യത്യാസം വളരെ വലുതാണ്. ഇപ്പോൾ ദേവന്റെ പ്രസാദം എന്ന പേരിൽ തന്നുകൊണ്ടിരിക്കുന്ന എച്ചിലാണെന്നല്ല ഇതിനർത്ഥം. ദേവന്റെ പ്രസാദം, ദേവൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എച്ചിലല്ല ആവുന്നത്, പ്രസാദമാണ് ആവുന്നത്. നേദ്യമാണ്, നേദ്യം കൊടുത്തിട്ട് അത് തിരിച്ചെടുക്കുന്ന പ്രസാദമാണ്. ആ പ്രസാദമാണ് ലഡു അല്ലെങ്കിൽ അരവണ പായസം. കേരളത്തിൽ അരവണ പായസത്തിന്റെ കഥയൊന്നും നമ്മൾ പറയണ്ടല്ലോ. അതെ. ഇത് എല്ലാ ദേവാലയങ്ങളിലും ഹിന്ദുധർമ്മത്തിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള സട്ടിലായിട്ടുള്ള ബാഹ്യശക്തികൾ, വിശേഷിച്ച് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഒരു ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു ജ്യോതിഷ പങ്ക്തി വരുന്നു വരിക, അതിന്റെ ചുവട്ടിൽ ഏറ്റവും അധികം ഹെയ്റ്റ് കമന്റ്സ് എഴുതുന്നത് ഇവിടുത്തെ കത്തോലിക്കരാണ്, ജിഹാദികളെക്കാൾ. അവർക്ക് വേണമെങ്കിൽ കണ്ടുവെന്ന് വരും, അവർക്ക് വേണ്ട, അവർക്ക് ജ്യോതിഷം ഇഷ്ടമല്ല, അത് കാണാതിരുന്നാൽ പോലെ. അതിന്റെ താഴെ പോയിട്ട് ഈ ജ്യോത്സ്യനെ തെറി വിളി, പണിയെടുത്ത് തിന്നുകൂടാടാ നാറി, അങ്ങനെയാണ് എഴുതുന്നത്, പണിയെടുത്ത് തിന്നുകൂടാടാ. അപ്പൊ ഇവരുടെ കാശ് വാങ്ങിയിട്ട് ജ്യോത്സ്യം വേഷം കെട്ടുന്നവന്മാരുണ്ട്. അപ്പൊ അവര് ദേ ബി ബാറ്റിംഗ് ഫോർ ദ ഗാലറി. അവര് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്, ഇവരിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട്, ബീഫ് ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട്, കുഴിമന്തി കിട്ടാൻ വേണ്ടി കുഴിമന്തി ജ്യോത്സ്യന്മാരും കേരളത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഹിന്ദുധർമ്മത്തിൽ ജ്യോതിഷമാവട്ടെ, വേദമാവട്ടെ, ഉപനിഷത്താവട്ടെ, ഗീതയാവട്ടെ, ക്ഷേത്രങ്ങളാവട്ടെ, എല്ലാറ്റിനെയും ആക്രമിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. നെഹ്റുവിയൻ കോൺഗ്രസ് സത്യം പറഞ്ഞാൽ ഒരു കാത്തലിക് ഓർഗനൈസേഷൻ പോലെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ കേരളത്തിലെ കാത്തലിക് ചേർച്ചിന്റെ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാല് അവരുടെ എത്ര പേര് ഓപ്പൺ ആയിട്ട് പാലാ ബിഷപ്പിനെ ഒഴിച്ചു നിർത്താം, ബാക്കി എത്ര പേര് ശക്തമായിട്ട് ഈ ജിഹാദികളെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്? ഇല്ല. അവർ നമ്മൾ സാഹോദര്യം പ്രതീക്ഷിക്കാൻ ഇപ്പോഴും. ലോകം മുഴുവൻ ആക്രമണം നേരിട്ട് അടി കൊണ്ടാൽ പോലും പിന്നെയും ജിഹാദി കേമനാണെന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ബിഷപ്പുമാർ മാറിയിട്ടില്ലേ? അതുപോലെ ഭാരതത്തിൽ ഒട്ടുക്കുമുള്ള, ഇപ്പോ മണിപ്പൂർ അടക്കമുള്ള സംഘർഷ ഭൂമിയിൽ നടക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. കത്തോലിക്ക സഭയുടെ വലിയ ഗെയിമാണത്, വലിയ ഗെയിമാണത്. ഹിന്ദുക്കൾക്ക് വേണ്ടി പോരടിക്കാൻ അവിടെ ഒരു സംഘടനയുമില്ല, ഒരു ഹിന്ദു സംഘടനയും മണിപ്പൂരിൽ ഇല്ല. ഹിന്ദുക്കൾക്ക് വേണ്ടിയില്ല. വേണ്ട, മണിപ്പൂരിലേക്ക് ദൂരം പോകണ്ട, കന്യാകുമാരി പോയി നോക്കും, ഒരു കട തുടങ്ങണമെങ്കിൽ ഒരു സുകുമാരൻ എന്ന് പറഞ്ഞ ഹിന്ദുവിന് അല്ലെങ്കിൽ ഒരു നായർക്കോ തീയർക്കോ ഒരു കട തുടങ്ങണമെങ്കിൽ അവിടുത്തെ പള്ളിയിലച്ഛന് അനുവാദം വേണം. അതായത് ഒരു സമാന്തര ഗവൺമെന്റ് ആണ് കത്തോലിക്ക സഭ. ഇറ്റ്സ് എ പാരലൽ ഗവൺമെന്റ്, ഇറ്റ്സ് എ പാരലൽ സിസ്റ്റം, ഇറ്റ്സ് എ പാരലൽ ഇക്കണോമിക് സിസ്റ്റം. ആ സിസ്റ്റമാണ് ഭാരതത്തിലെല്ലാം നിയന്ത്രിക്കുന്നത്. അത് ചലച്ചിത്ര മേഖലയായിക്കോട്ടെ, അത് ഗവൺമെന്റ്സ് ആയിക്കോട്ടെ. ഞാൻ പറയുന്നത്, ഒരു മതത്തിന് അവരുടെ ആരാധന നടത്തുന്നതിൽ ഒരു തടസ്സവുമില്ല. അവർക്ക് ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യാളിനെയോ പ്രാർത്ഥിക്കാം, അവരുടെ പള്ളികൾ നടത്താം, പള്ളിക്കൂടങ്ങൾ നടത്താം. നമ്മൾ അവിടെ പോയിട്ട് ബോംബ് വെക്കാനോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവിടെ പോയിട്ട് അവരുടെ ഭക്ഷണത്തിൽ മായം കലർത്താനോ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഒരിക്കലും. അതേ മര്യാദ ഇങ്ങോട്ട് തരാതാവുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദുവെ നീ ചിന്തിക്കുന്നില്ല? നിയമനിർമ്മാണം മൂലം നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ലേ? അത് ഇതുവരെ നടത്താതെ നമ്മൾ വായ്ത്താരി അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നേരിട്ടൊരു യുദ്ധം വരുമ്പോൾ നമുക്ക് വടിയെടുത്ത് അടിക്കാം, അല്ലെങ്കിൽ കല്ലെടുത്തെറിയാം, അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കാം. ഇതങ്ങനെയല്ല. കത്തോലിക്ക സഭയുടെ യുദ്ധം അന്നും ഇന്നും അങ്ങനെയല്ല. ആഫ്റ്റർ ഈ ക്രൂസൈഡ്സിന് ശേഷം കത്തോലിക്ക സഭ അവരുടെ യുദ്ധതന്ത്രം മാറ്റി കഴിഞ്ഞു. അതിന് ചെറിയ ഉദാഹരണം പറയാം.
ഇവിടെ കേരളത്തിൽ അയ്യപ്പ സ്വാമിയുടെ കാലഘട്ടം ചെമ്പോലയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് AD 25 മുതൽ 50 വരെയാണ്. അതായത് 25 വർഷം മാത്രം ജീവിച്ചിരുന്ന മഹാത്മാവാണ് അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി. ആ അയ്യപ്പൻ അത്തുങ്കൽ പള്ളിയിലെ സെബാസ്റ്റിനോസിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ, സെബാസ്റ്റിനോസും മറ്റും കേരളത്തിൽ വന്നത് 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതായത് 5 നൂറ്റാണ്ട് പഴക്കമുള്ള സുഹൃത്തോ. ഒരാൾ AD 50 മരിച്ചുപോയി, അല്ലെങ്കിൽ സമാധിയായി. മറ്റേയാൾ ജനിച്ചത് AD 15-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഇങ്ങനെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ശബരിമലയിൽ പോകുന്ന ഒരു മാലയുരൻ എത്ര ആയിരക്കണക്കിന് പേരാണ് അർത്തുങ്കൽ പള്ളിയിൽ പോയി മാലയുരെന്ന് അറിയാമോ? അതായത് എങ്ങനെ പോയാലും ഹിന്ദു ധർമ്മത്തിന് നിലനിൽപ്പില്ലാത്ത രീതിയിൽ ഒരു കഥയെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആചാര വിചാരങ്ങളെല്ലാം സൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ഒരു ബ്ലാക്ക് ഹാൻഡ് ആയിട്ട് ഈ സ്വീൻഡ്ലേഴ്സ്, ഈ കാത്തലിക് ആശ്രമസ് മാറിയിട്ടുണ്ട്. ആശ്രമങ്ങൾ എന്നാണ് അവർ വിളിക്കുന്നത്. ഇപ്പൊ ഗുജറാത്തിൽ ഒരു സ്ത്രീ പോയിട്ട് തപസ്സിരുന്നു അത്രേ. അവരുടെ പേര് ഹിന്ദു സദൃശമായ പേരാണ്, പക്ഷെ അവർ കത്തോലിക്ക സ്ത്രീയാണ്. അവരവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന തപസ്സൊന്നുമല്ല, മതം മാറ്റലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ അനേകം സമ്പ്രദായങ്ങളിലൂടെ ആന്ധ്രയിലൊക്കെ 30%-ലധികം ടെമ്പിൾ എംപ്ലോയീസും ആക്ച്വലി കൺവേർട്ടഡ് ആണെന്നാണ് പറയുന്ന കണക്കുകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനിൽജി, ഒരു നിയമം വെച്ചാൽ ഹിന്ദു ധർമ്മത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നും ഹിന്ദുധർമ്മത്തിന്റെ വേദം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളെയും ആചാര്യ പരമ്പരയും, അതായത് ഗുരുപരമ്പരയും ഞാൻ അംഗീകരിക്കുന്നു സത്യവാങ്മൂലം നൽകിയ ഒരാൾ മാത്രമേ ദേവസ്വം ബോർഡിൽ ഭരിക്കാൻ പാടുള്ളൂ. അയാൾ ആചരിക്കുന്ന ഹിന്ദുവാണെന്നും അയാൾ ഹിന്ദു ധർമ്മത്തിനെതിരെ പാസ്റ്റ് റെക്കോർഡ്സിൽ പ്രസ്താവനകൾ പോലും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുവരുന്നവനെ മാത്രമേ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കാവൂ. 1. 2, ദേവസ്വം മന്ത്രിയായി വരുന്നവന് അടിസ്ഥാനപരമായ പരീക്ഷ നടത്തേണ്ടതാണ്. ഹിന്ദു ധർമ്മത്തെ പറ്റി ആൾക്ക് എന്തറിയാം, എത്ര അഭിമാനമുണ്ടെന്ന് അറിയണം. ഈ കമ്മ്യൂണിസ്റ്റുകാർ മിക്കവാറും ദേവി പ്രസാദ് ചതോപാധ്യായ എന്ന് പറഞ്ഞൊരു ഒരു പാതിവന്ത ഒരു പണ്ഡിതന്റെ പുസ്തകം വായിച്ചിട്ടാണ് ഹിന്ദു ധർമ്മത്തെ വിലയിരുത്തുന്നത്. ദേവി പ്രസാദ് ചതോപാധ്യായ ചെയ്തതിലും വലിയ ദ്രോഹം മറ്റാരും ഹിന്ദു ധർമ്മത്തോട് ചെയ്തിട്ടില്ല. അയാൾ ഹിന്ദു ധർമ്മത്തെ എന്താണോ പഠിച്ചത് അതാണ് EMS ആവർത്തിച്ചത്, അതാണ് യെച്ചൂരി വരെയുള്ളവർ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഹിന്ദു ധർമ്മത്തെ പറ്റി ഏറ്റവും വികലമായ ധാരണയുള്ളവരാണ് ഇവിടെ ദേവസ്വം മന്ത്രിയായിട്ട് വരുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഇവർക്ക് ദേവസ്വം മന്ത്രി ആവണമെങ്കിൽ, ദേവസ്വത്തിന്റെ കമ്മീഷണർ ആവണമെങ്കിൽ, ദേവസ്വത്തിലെ എംപ്ലോയി ആവണമെങ്കിൽ പോലും പരീക്ഷകൾ ആവശ്യമാണ്. അത് പാസ്സായിരിക്കണം, ഹിന്ദു ധർമ്മിയായിരിക്കണം, ഹിന്ദു ധർമ്മത്തിന്റെ ലക്ഷണങ്ങൾ, ബാഹ്യ ചിഹ്നങ്ങൾ അണിയുന്നവരായിരിക്കണം. സിനിമാ നടന്മാരെ കൂട്ട് ഇടയ്ക്ക് കുരിശിടാനും ഇടയ്ക്ക് തൊപ്പി വെക്കാനും പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള YSR ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സട്ടിലാണ്, വലിയ ദ്രോഹമാണ്. ജിഹാദികൾ നമ്മുടെ ക്ഷേത്രത്തിൽ കയറി ഒരു അശുദ്ധി ഉണ്ടാക്കിയാൽ അതിന്റെ അതേ ഇഫക്റ്റ് കത്തോലിക്ക സഭ ഇത് ചെയ്യുമ്പോൾ കൊടുക്കാൻ ഇന്ന് ഹിന്ദു നേതൃത്വം പോലും തയ്യാറാവുന്നില്ല. കാരണം അവർക്കൊക്കെ കത്തോലിക്ക വോട്ട് ബാങ്കിൽ കണ്ണുണ്ട്. കത്തോലിക്കക്കാരുടെ വോട്ട് ഒന്നിച്ച് കിട്ടിയാൽ എന്താ കുഴപ്പമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതെന്ത് ഹിന്ദുത്വമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദുത്വമാണെങ്കിൽ ഹിന്ദു ധർമ്മത്തിന്റെ ഏതെങ്കിലും മാനബിന്ദുവിനെതിരെ ഈ പറഞ്ഞതുപോലെ ലഡുവിൽ ബീഫിന്റെ കൊഴുപ്പ് ചേർക്കുകയൊക്കെ ചെയ്താൽ ശക്തമായിട്ട് പറയാനും പ്രവർത്തിക്കാനും തയ്യാറാവണം. നിയന്ത്രണം വരണം, നിയമനിർമ്മാണം വരണം. ആന്ധ്രയാവട്ടെ, തമിഴ്നാടാവട്ടെ, ഹിന്ദു ധർമ്മത്തിന്റെ ക്ഷേത്രങ്ങൾ മുഴുവൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ക്ഷേത്രം അശുദ്ധമാക്കിയില്ലേ അല്ലെ? അശുദ്ധമാക്കപ്പെട്ടു. ഇനിയിപ്പോ ശുദ്ധി കലശം ക്ഷേത്രം മാത്രമാണ് സർ, ക്ഷേത്രം മാത്രമാണ് സർ. നാം അടക്കമുള്ള എത്ര ലക്ഷോപലക്ഷം ജനങ്ങള്. അല്ല, ഞാൻ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ക്ഷേത്രം അശുദ്ധമാക്കപ്പെട്ടു, ഇനി അതിന് പ്രതിവിധി വേണ്ടേ അല്ലേ? മാത്രമല്ല, പ്രതിവിധി എന്ന് പറഞ്ഞാൽ അത് പൂജാതി കാര്യങ്ങൾ മാത്രമല്ല സർ. ദേ ഷുഡ് ബി എ ലോ ഇനാക്റ്റഡ് ടു സേവ് ടെമ്പിൾ ഫ്രം ദീസ് സോർട്ട് ഓഫ് ഈവിൾ ഫോഴ്സസ്. ഇങ്ങനെയുള്ള തിര്യ ശക്തികളിൽ നിന്നും ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനും രക്ഷിക്കാനുള്ള ഒരു നിയമനിർമ്മാണം നടത്തേണ്ടതല്ലേന്ന് എന്റെ ചോദ്യം. ഞാൻ നോൺ വെജ് കഴിക്കാത്ത ആളാണ്. ഞാൻ ഭരണകൂടത്തിന് അത് അറിയാത്തതല്ലോ. ഭരണകൂടത്തിന് അത് അറിയാത്തതാണോ? ഈ ഭരണകൂടം എന്നൊരു വാക്കില് ഭരണം കഴിഞ്ഞ അടുത്ത വാക്ക് കൂടം എന്നുള്ളതാണ്. ഈ കൂടം എന്ന് പറഞ്ഞാല് അടിക്കല്ല് എന്ന് പറയും, അതായത് ആൻവിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിൽ വെച്ചിട്ടാണ് ഈ ഇരുമ്പൊക്കെ അടിച്ചടിച്ച് പരുവപ്പെടുന്നത്. സാധാരണ ജനങ്ങളെ, ഹിന്ദുക്കളെ വെച്ച് അടിക്കാനുള്ളൊരു കൂടമാണ് ഈ ഭരണകൂടം. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് there will be justice for Hindus in any near future. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ മറ്റു തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ ഹിന്ദുക്കൾ എത്ര കൊന്നൊടുക്കപ്പെടുന്നു, എത്ര സ്ഥലം കൈയടക്കപ്പെടുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫ്രം 1960 ഈ ലാൻഡ് റിസർവേഷൻ ആക്ട് വരുന്നതിന് തൊട്ട് മുമ്പ് 60 മുതൽ 2024 വരെയുള്ള ലാൻഡ് എൻക്രോച്ച്മെന്റുകളെ പറ്റിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് വിശദമായ അന്വേഷണം നടത്തുകയും ഏതൊക്കെ മതങ്ങൾ, അത് ഹിന്ദുമതമാണെങ്കിൽ പോലും
ഏതൊക്കെ മതങ്ങൾ ഭാരതത്തിൽ ഭൂമി കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ അത് കണ്ടെത്താൻ ഒരു സർവേ നടത്തിയാൽ ഈ സകല മത നേതൃത്വവും വന്ന് കാലിൽ കിടക്കും. കാരണം അത്ര ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഭൂമിയാണ് എൻക്രോച്ച് ചെയ്തിരിക്കുന്നത്, കാട്ടിലും നാട്ടിലും. മുണ്ടക്കയിൽ കണ്ടല്ലോ അതിന്റെ ഗുണം. അതെ അതെ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ ആരാണ്? ഈ കർഷക കോൺഗ്രസ് ആരുടേതാണ്? ഈ കോൺഗ്രസ് എ മുതൽ സെഡ് വരെ കോൺഗ്രസ് എ, കോൺഗ്രസ് ബി, ഇതൊക്കെ ആരുടേതാണ്? ഇതൊക്കെ പിന്നിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായ മത നേതൃത്വം ചലിപ്പിക്കുന്ന പാവകളാണ് ഖദറത്ത് നടത്തുന്ന രാഷ്ട്രീയക്കാര്. അപ്പൊ അതുപോലെ ഹിന്ദുക്കൾക്ക് ആരുമില്ല, ഹിന്ദുക്കളുടെ നേതൃത്വം നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഇല്ല. പിന്നെ നമുക്ക് ആശയം എന്ന് പറയുന്നത് BJP-യിലാണ്, ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. കാരണം അത് RSS-ൽ നിന്ന് പൊട്ടിമുളച്ച് വന്നതുകൊണ്ട് നമുക്ക് അത് നമ്മളെ രക്ഷിക്കുമെന്ന ബോധ്യം അല്ലെങ്കിൽ ചിന്ത നമുക്കുണ്ട്. ആ ചിന്തയിലാണ് ചർച്ച പോലും നടത്തുന്നത്, അല്ലേ? നമ്മുടെ ഈ ചർച്ച പോലും ഈ BJP ഗവൺമെന്റ് ഉള്ള സമയത്ത് നമുക്ക് ഇതിനെതിരെ ഒരു നിയമം ഉണ്ടാവുമെന്നും ക്ഷേത്രങ്ങളിൽ എന്ത് സ്ഥാനം വഹിക്കണമെങ്കിലും പൂജാതി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും ഹിന്ദുധർമ്മത്തിന്റെ പരീക്ഷ പാസ്സാവണം, അതിനൊരു പണ്ഡിത സമിതി വേണം എന്നൊക്കെ തീരുമാനിക്കാൻ നിസ്സാരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്ത ഗവൺമെന്റ് ആണോ ഇത് പ്രയാസം? അതെ. അത് ഇപ്പോഴുള്ള അമിത്ഷായുടെ ഗവൺമെന്റ്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത് ഈസിലി നടക്കും. ഇനി ഒരിക്കൽ ഭരണം പോയാൽ, അങ്ങനെ വരാതിരിക്കട്ടെ, ഗോഡ് ഫോർബിഡ്, അങ്ങനെ BJP-ക്ക് ഭരണം പോവാതിരിക്കട്ടെ, അഥവാ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണി പല തട്ടിപ്പുകളുടെ ഭരണത്തിൽ വന്നാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് രക്ഷകൻ ഉണ്ടെങ്കിൽ ആ രക്ഷകൻ രക്ഷാകർമ്മങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ജിഹാദികൾ ഒരു ക്ഷേത്രത്തിൽ ബോംബ് ഇട്ടതുപോലെ തന്നെയാണ് എത്രയോ നോൺ വെജ് കഴിക്കാത്ത ബ്രാഹ്മണരുടെ വയറ്റിലാണ് ഇപ്പോൾ ലഡ്ഡു ബോംബ് ഇട്ടിരിക്കുന്നത്. ഇത് വലിയ ആചാരവിരുദ്ധതയാണ്, വലിയ പാപമാണ്. അല്ല, അതിന്റെ ഗൗരവം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അല്ല, എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല വെച്ചാൽ ഈ അംബേദ്കർ വാദികൾ ഒരു വശത്ത്. അല്ല, വിദ്യാസാഗർ ഇന്ന് ഈ വിഷയം രാവിലെ തൊട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പലരും താഴെ വന്ന് എന്തിനാണിത് ചർച്ച ചെയ്യുന്നത്, ഇതിലും വലിയ വിഷയങ്ങൾ കേരളത്തിൽ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇത് നോക്കൂ, അവർക്ക് മനസ്സിലാവുന്നില്ല. അവരും തിരുപ്പതിൽ അതെന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒന്നും വിഷമം തോന്നരുത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിസ്ഥാനപരമായി രൂപീകരിച്ചിരിക്കുന്നത് മെക്കാളയാണ്, മെക്കാളയുടെ ബുദ്ധിയാണത്. അപ്പൊ ബ്രിട്ടീഷ് ബുദ്ധിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഹിന്ദുവിന്റെ ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ കടുത്ത വിശ്വാസമില്ലാത്ത ഒരു സന്ദേഹവാദിയായിട്ട്, അഗ്നോസ്റ്റിക് ആയിട്ട് പറിച്ചു നടുക എന്നുള്ള ധർമ്മമാണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിനുള്ളത്. ആ വിദ്യാഭ്യാസം ഫലപ്രദമായി നടത്തിയതിന്റെ പേരിലാണ് ഹിന്ദുധർമ്മം അടിസ്ഥാനപരമായി പഠിച്ച വിവേകാനന്ദൻ പോലും പലയിടങ്ങളിൽ ക്രിസ്തു മതത്തെ പുകഴ്ത്തി പറയേണ്ടി വന്നത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന രക്തത്തിൽ ഈ ബ്രിട്ടീഷുകാരന്റെ മതവും വെള്ളക്കാരന്റെ മതവും സംസ്കാരവും കേമമാണെന്നൊരു തോന്നൽ ഉള്ളിൽ വരുത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒന്നും അത്ര വലുതല്ല. ഇനിയിപ്പോ എന്താ, അല്പം ബീഫ് കലത്തിൽ ലഡു കഴിച്ചാൽ എന്താന്ന് ചോദിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവൻ ഈ വിശ്വാസം ഇല്ലെന്നല്ലേ? അതെ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ബീഫ് കലത്തെ ലഡു നമ്മൾ മാത്രമല്ല കഴിച്ചത്, നമ്മളെല്ലാം ആരാധിക്കുന്ന തിരുപ്പതി ദേവൻ ഇത് കഴിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെയാണത് പ്രസാദമാകുന്നത്. അപ്പൊ നമ്മുടെ ദേവതയ്ക്ക് ബീഫിന്റെ കൊഴുപ്പ് കലർത്തിയ നൈദ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അധമരായിപ്പോയി, നമുക്ക് എത്രത്തോളം നമ്മുടെ ദേവതകളോട് ബന്ധമില്ലാത്തവരായിപ്പോയി. പിന്നെ ചിലര് ചോദിക്കും, അപ്പൊ നിങ്ങൾ തിരുപ്പതി ദേവന് ഇത് തടഞ്ഞുകൂടായിരുന്നോ, ഇത് കഴിക്കാതിരുന്നുകൂടായിരുന്നോ? ഞാൻ അപ്പൊ തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങളെ ദൈവത്തെ പിടിച്ചിട്ട് ആണി തറയ്ക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അവര് തിരിച്ചടിച്ചുകൂടായിരുന്നോ? ഇങ്ങനെ ചോദിക്കേണ്ടി വരികയാണ്. കാരണം നമ്മുടെ വായിൽ കോലിട്ട് കുത്തുകയാണ്. ഒരു തെമ്മാടിത്തരം ചെയ്തിട്ട് ആ ക്ഷേത്രത്തിൽ കല്ലാണ് ഇരിക്കുന്നത്, അതിന് ശക്തിയില്ലെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ ഹാഗിയ സോഫി കാക്കാമാരെ പിടിച്ചടക്കിയപ്പോ അവരുടെ ദൈവത്തെ തിരിച്ചടിക്കാമായിരുന്നല്ലോ, അടിച്ചില്ലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വെറും കല്ലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവും ക്രിസ്തു മതവും നൂറ്റാണ്ടുകളായി പല വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണിത്. തിരുപ്പതി ദേവനെ കൊണ്ട് പിന്നെ മൃഗക്കൊഴുപ്പ് ചേർത്ത ലഡു തീറ്റിച്ചു, അത് പ്രസാദമായിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്തു എന്നുള്ളത് ഇത് ചിന്തിക്കാതിനപ്പുറം വ്യാപ്തിയുള്ള ഒരു വലിയ പാതകമാണ് ചെയ്തിരിക്കുന്നത്. പ്രൊഫസർ സ്റ്റാൻലി, ഞാൻ മനസ്സിലാക്കുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് മത്സരിക്കുകയാണ്. സനാതന മൂല്യങ്ങളെ എങ്ങനെ തകർക്കാം, എങ്ങനെ ഇല്ലാതാക്കാം, അതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഇത് കട്ടിംഗ് സൗത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സനാതനത്തെ ഇല്ലാതാക്കിയാലേ കട്ടിംഗ് സൗത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ കേരളത്തിൽ ഇപ്പോ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മതേതര ദഫ് മുട്ട് പോലും സംഘടിപ്പിച്ചല്ലോ. ദഫ് മുട്ടുണ്ട്, ബിരിയാണി ഉണ്ട്, മദ്യമുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഒരു വലിയൊരു കാര്യം, നിങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു സംവിധാനത്തില്
ജോലി ചെയ്യണമെങ്കിൽ ആ മതത്തിലെ വിശ്വാസിയായിരിക്കണം. ആ മതത്തിലെ വിശ്വാസിയും പ്രാക്ടീസും ഇല്ല, നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ അവിടുന്ന് പുറത്താക്കും. അതുപോലെ കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ ഓഫീസുകളിൽ അവരുടെ മീഡിയയിലോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലാതെ നിങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങളിലോ അവരുടെ പരിപാടിയിലോ ജോലി കിട്ടത്തില്ല. ലിബറൽ വോക്ക് ഫെമിനിസ്റ്റ് ആ ടൈപ്പ് ആൾക്കാരുടെ സംവിധാനങ്ങളിൽ LGBT അതെങ്കിലും അതിനോട് യോജിക്കുന്നവരായിരിക്കും. പക്ഷേ ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് അങ്ങനെയൊന്നുമില്ല. നിർഭാഗ്യവശാൽ ആർക്കും ജോലി ചെയ്യാം, ഏത് മതക്കാരനും ജോലി ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ സംവരണമുണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും സംവരണമുണ്ട്. ഈ സനാതന ധർമ്മത്തിൽ നിന്നും ക്രിസ്ത്യൻ, മുസ്ലിം, കമ്മ്യൂണിസ്റ്റ്, ലിബറൽ ഈ മതങ്ങളിലോട്ട് മാറിയവരാണ് ഈ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ സംവരണം ആർക്ക് വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ടോ, അംബേദ്കർ ചെയ്തോ, അവർക്ക് ഇത് കിട്ടുന്നില്ല. കേരളത്തിലെ MP MLA പലരും, ജോസഫ് മണിയൻ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാര് വേറെ മതത്തിലുള്ളവർ സംവരണ സീറ്റ് അടിച്ചോണ്ട് പോയി. ജോസഫ് മണിയനൊക്കെ ഇപ്പോഴും MP ആണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ച ആള്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇപ്പൊ സീതാറാം യെച്ചൂരി മതം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഞാൻ പറയേണ്ടതില്ലല്ലോ ഏത് മതമായിരുന്നു എന്നുള്ളത് നാട്ടുകാരെല്ലാം ഈയിടെ കണ്ടതാ കഴിഞ്ഞ ദിവസം. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ആന്ധ്രയിൽ നിന്നുള്ള ആളും കൂടിയാ, ഒന്ന് ഓർത്തോളുക എങ്ങനെയാണ് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി അധികം ആൾക്കാരെ ഇന്ത്യയില് രഹസ്യ മതപരിവർത്തനം നടത്തിയിട്ട് പഴയ മതത്തിൽ നിന്നുകൊണ്ട് ഒരു കുളയട്ടയെ പോലെ അവിടുത്തെ ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ ഊറ്റി കുടിക്കുകയാണ്. ഞാൻ ഇതിന് കൃത്യമായിട്ട്, ഞാൻ 32 വർഷമായിട്ട് BJP ഉള്ള ആളാണെങ്കിലും ഞാൻ പറയുന്നു, കഴിഞ്ഞ 10 വർഷം ഒരു നിയമം പോലും ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നിയമം പോലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പാർട്ടി നേതൃത്വമാണ് ഉത്തരം പറയേണ്ടത്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വം തകരും. കാരണം അതതിന്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം കളിച്ച് ക്ഷേത്രത്തിന്റെ അകത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വരെ കൈവച്ചു കഴിഞ്ഞു. അപ്പൊ ഹിന്ദുത്വത്തെ സംരക്ഷിക്കാനും ഹിന്ദുക്കളെ സംരക്ഷിക്കാനും ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നടപടികൾ അതിശക്തമായ രീതിയിൽ പാർലമെന്റ് എടുക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു NDAക്ക്. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യായിരുന്നു, ചെയ്തില്ല. 400 കിട്ടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു, ഇപ്പൊ 240 കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ നടപടികൾ ഇതിന് അനുകൂലമായിട്ട് വേണം. കാരണം ഇതിന്റെ ഒരു ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രതികാര നടപടിയോ ഒന്നുമല്ല, ചുമ്മാ ഇരിക്കുന്നിടത്ത് ചുണ്ണാമ്പിട്ട് പൊള്ളിക്കുക. അതായത് സമാധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലത്തിലെ പരിപാടിയിൽ ആ മതത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടുത്തെ പ്രസാദം അലങ്കോലപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഈ അടുത്തത് വരാൻ പോകുന്നത്, ഈ പൂജ ചെയ്യുന്നവരിൽ എത്ര പേര് ഹിന്ദുക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും ആന്ധ്രയിലൊക്കെ. ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നതിലും അവിടുത്തെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. നമ്മളറിയാവുന്ന, നമ്മൾ കണ്ടില്ലായിരുന്നോ ഒരു കേരളത്തിലെ ഒരു പ്രധാന തന്ത്രിയുടെ റിലേറ്റീവ് ഷഡ്ഡിയുടെ എലാസ്റ്റിക്കും തലയെ കെട്ടിക്കൊണ്ട് ശബരിമല സമരം ഉഴപ്പുന്നത് നമ്മൾ കണ്ടതാ കേരളത്തിൽ. അതുകൊണ്ട് അതിന്റെ അപ്പുറമാണ് തമിഴ്നാടും കർണാടകവും ഒക്കെ. അല്പമെങ്കിലും ഇന്ത്യയില് ഹിന്ദുക്കൾ മാന്യമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലം കർണാടകം മാത്രമാണ്. അതും എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. ഇവിടെയാണ് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ടും ഹിന്ദുത്വം അല്പമെങ്കിലും സുരക്ഷിതമാണെന്ന് പറയുന്ന ഒരു സ്ഥലം. മറ്റ് സ്ഥലങ്ങൾ ഒക്കെ മേ ബി ഒറീസയും ഒരു പരിധി വരെ ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം വൻതോതിലുള്ള ആക്രമണം, അനാവശ്യമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എമർജൻസി ആയിട്ട് നിയമം കൊണ്ടുവരണം. കാരണം ഇപ്പോ ഉള്ള നിയമങ്ങൾ ഹിന്ദുക്കളെയോ അമ്പലത്തെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അഭിമാനത്തെയോ രാജ്യത്തെയോ സംരക്ഷിക്കാൻ പര്യാപ്തമല്ല. ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കൊന്നും ശിക്ഷയില്ല. അതില് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ല. ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്ന പുതിയ ന്യായ സംഹിതയുണ്ട്. ആ പുതിയ ന്യായ സംഹിതയിലും ഹിന്ദുക്കൾക്ക് നീതിയില്ല. ആ പുതിയ ന്യായ സംഹിതയിലും ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഇതാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ധിക്കാരപരമായ സമീപനം പലരിൽ നിന്നും ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റയൊരു കാര്യം, മുസ്ലിങ്ങളുടെ നോയമ്പ് അവര് എടുക്കുന്നത് പകല് നോയമ്പെടുത്ത് രാത്രി ഭക്ഷണം കഴിക്കും. ഇന്ത്യയിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ അവർക്ക് പകല് ഭക്ഷണം കൊടുക്കാൻ? നടക്കുകയില്ല. അല്ലെങ്കിൽ അവർ ഹലാൽ അല്ലാത്ത ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ധൈര്യമുണ്ടോ? നടക്കുകയില്ല. ക്രിസ്ത്യാനിയുടെ നോയമ്പിന്റെ ആദ്യം ഇപ്പൊ ഞാൻ 50 നോയമ്പ് എടുക്കുന്നു. ആ 50 നോയമ്പിന്റെ സമയത്ത് എനിക്ക് ഇറച്ചിയോ മദ്യമോ തരാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഹിന്ദുവിന്റെ നോയമ്പിനെ അധിക്ഷേപിക്കുകയോ അലങ്കോലപ്പെടുത്തുകയോ അവന്റെ പ്രസാദം അലങ്കോലപ്പെടുത്തുകയോ ചെയ്യാം. കാരണം നിയമപരമായിട്ട് ഒരു ശിക്ഷയില്ല. കോടതിയിൽ നിങ്ങൾ വെറുതെ വിടും.
ആ ധൈര്യത്തിലാണ് ഇത് ചെയ്യുന്നത്. Yes. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേന്ദ്ര ഗവൺമെന്റിനോ കേന്ദ്രം ഭരിക്കുന്ന BJP നേതാക്കന്മാർക്കോ ഈ 10 വർഷം ഇല്ലാണ്ട് പോയതിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. അത് Yes. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും. വിദ്യാസാഗർ ഗുരുമൂർത്തി, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രസാദവും ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ അല്ലേ? ശബരിമലയിലെ ഉൾപ്പെടെ. തീർച്ചയായിട്ടും. സംശയം എന്താണ്? വളരെ വളരെ ഗുരുതരമായ, ഇപ്പൊ സ്റ്റാൻലി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ എത്ര പേര് ഓൾറെഡി മതം മാറി എന്ന് ആർക്കറിയാം? എത്ര 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 ഈ പൂജാരിമാർ മതം മാറി എന്ന് ആർക്കറിയാം? കാരണം അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പരീക്ഷയും പാസ്സാവേണ്ടതില്ല, ഒരു കഷ്ടവും ചെയ്യേണ്ടതില്ല. ഇതൊക്കെ വലിയ അപകടമല്ലേ? അത് മാറ്റേണ്ടതാണ്. ഞാൻ പറഞ്ഞ കേരളത്തിലെ അവസ്ഥ പരിതാപകരമാണ്. കാരണം കേരളത്തിൽ ആർക്കും പൂജ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതിനുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. പക്ഷെ ഇത് എത്ര പേർക്ക് ഇതിൽ അടിസ്ഥാനപരമായ വിശ്വാസമുണ്ട്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ വിശ്വാസം എന്ന് പറയുന്നത് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ലെങ്കിലും അതിന് ചില ബാഹ്യ ലക്ഷണങ്ങളുണ്ടല്ലോ. ആ ബാഹ്യ ലക്ഷണങ്ങൾ വളരെ പ്രധാനമാണ്. ഞാൻ ഒരിക്കല് ഒരു സന്യാസി, ഒരു ഹിന്ദു നാമധാരിയായ ഒരു സന്യാസി ശ്രീമദ് ഭാഗവതത്തിന്റെ മലയാളം വേർഷൻ അല്ലെങ്കിൽ സംസ്കൃത വേർഷൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കിയ പുസ്തകം വായിക്കാനിടയായി. അതിൽ 4ാമത്തെ വോള്യൂമില് ഗജേന്ദ്ര മോക്ഷം ഭാഗമാണ്. ഗജേന്ദ്രന്റെ കാലിൽ മുതല പിടിച്ചപ്പോ ഗജേന്ദ്രൻ രക്ഷയ്ക്ക് വേണ്ടി മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്, വിളിച്ച് കരയുകയാണ്. അപ്പൊ മഹാവിഷ്ണു എഴുന്നള്ളി വരികയാണ്. മഹാവിഷ്ണു ഗരുഡൻ എഴുന്നള്ളി ഗജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോ ഗജേന്ദ്രൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ മഹാദേവ അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന് സ്തുതിക്കുമ്പോ അതിന്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുകയാണ് ഈ സന്യാസി. എന്താണെന്നറിയോ? ഗജേന്ദ്ര beheld the divine form of Lord Mahavishnu and cried out, Hallelujah, Hallelujah. ശ്രീരാമകൃഷ്ണ മഠത്തിലെ ഒരു സന്യാസി എഴുതിയതാണ്. ഞാൻ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയപ്പോ എന്നെ പലരും ആക്രമിച്ചു. അദ്ദേഹത്തെ പറയാൻ നീ ആരാണ്? ഞാൻ പറഞ്ഞു, ഇത് ചെറിയ അസുഖമല്ല, ദിസ് ഇസ് സ്പിരിച്വൽ ക്യാൻസർ. നിങ്ങൾ ഒരു മതത്തിന്റെ ആളായി നടിക്കുകയും ഉള്ളിൽ മറ്റൊരു മതത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത് സ്പിരിച്വൽ ക്യാൻസർ ആണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കൃഷ്ണനെ പറ്റി ഒരു വാക്ക് പറയുമ്പോൾ ബാലൻസ് ചെയ്ത് ഇപ്പുറത്ത് 2 വാക്ക് യേശുവിനെ പറ്റിയും പറയേണ്ടി വരും. അങ്ങനെ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ പാതിരി ചെയ്യുന്നുണ്ടോ? ബൈബിൾ പറയുമ്പോൾ ഒരു ഗീതയിലെ കോട്ട് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി കാണിച്ചു തരും. അല്ല വിദ്യാസാഗർ, ഇത്തരത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ നമ്മുടെ സമാജത്തിൽ ഇങ്ങനെ പതുങ്ങി ഇരിക്കുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ ശാപം? സംശയം തന്നെ. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഒരാൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ അയാൾ പൂർണ്ണമായും ക്രിസ്തുവിനെ മാത്രം വിശ്വസിക്കട്ടെ. അയാൾ അതിനിടയ്ക്ക് ഇരട്ടത്താപ്പ് ചെയ്യണ്ട. ഹിന്ദുക്കൾ എങ്ങനെയാണ്? ഹിന്ദുക്കളുടെ സന്യാസിമാരുടെ അവസ്ഥ എന്താ? ഹിന്ദുക്കളുടെ സന്യാസിയുടെ പ്രസംഗം തുടങ്ങിയാൽ ഉടനെ പറയും ഭഗവാൻ യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു ദേവൻ. ഇതിന്റെ ആവശ്യം എന്താണ്? അവര് നന്നായിട്ട് അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ പണിയെടുത്താൽ പോരെ? ഇത് വൈറ്റ് മാനോടുള്ള വെള്ളക്കാരുടെ മതത്തോടുള്ള ഒരു വിധേയത്വമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ സ്കൂളിങ്ങിന്റെ പ്രശ്നമാണ്. ബേസിക് സ്കൂളിങ്ങിൽ തെറ്റാണ് ഇതൊക്കെ. മാത്രമല്ല ഈ സന്യാസിക്കെതിരെ ഞാൻ പറഞ്ഞ ഒരു വാക്കിന് എഴുതിയിരുന്നു, ഇവനൊന്നും ഒരു കുങ്കുമമോ ചന്ദനമോ തൊടാൻ പോലും മടിയാണെന്ന് എഴുതി. അപ്പൊ മറുപടി പറയണ മറ്റൊരാള് കുങ്കുമവും ചന്ദനം തൊടണം നിർബന്ധമൊന്നുമില്ല എന്ന് വെച്ചാൽ ഹിന്ദുവിന് ബാഹ്യലക്ഷണങ്ങളൊന്നും വേണ്ട. ഹിന്ദുവിന് പ്രത്യേകിച്ച് ഈ പിന്നെ ഹിന്ദു ധർമ്മത്തിലെ ദേവതകളോട് മാത്രം വിശ്വാസം വേണ്ട, പിന്നെ ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ മുനിസിപ്പൽ കക്കൂസ് പോലെയല്ല. ആർക്കും കയറി വരാം. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ടോയ്ലറ്റ് ആണോ ഹിന്ദുമതം? ഇതിന് വ്യവസ്ഥിതമായ നിയമമുണ്ട്, ഇതിന് ധർമ്മശാസ്ത്രങ്ങളുണ്ട്. ഇത് പഠിക്കാൻ തയ്യാറല്ലാത്തവരും കപട സന്യാസിമാരും കാവി ചുറ്റിയ കള്ളന്മാരുമാണ് ഇതിനെ ദുഷിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൂജാരികളും ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ വലിയൊരു ശതമാനം കാട്ടക്കമ്മികളാണ്. എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ, എല്ലാവരും അല്ല പറയുന്നത്, വലിയൊരു ശതമാനം. തലയ്ക്കകത്ത് ഒരു വെളിവുമില്ലാത്ത കമ്മികളുണ്ട് ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ അവരിങ്ങനെ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം റവന്യൂ സർക്കാരിന് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കെങ്കിലും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനകത്ത് എന്ത് നടക്കുന്നു? കൃത്യമായ പൂജയാണോ നടക്കുന്നത്? കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ അത്തരം പ്രവർത്തനം നടത്തുന്നുണ്ടോ? ഏതെങ്കിലും മറ്റു മതത്തിനോട് ലഘുലേഖയും മറ്റുമായിട്ട് അതിന്റെ പരിസരത്ത് ആളുകൾ കറങ്ങുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ കാശിയിലൊക്കെ പോയാൽ കാണാം
ഹിന്ദിയില്, മറാഠിയില്, ഗുജറാത്തിയില്, ഇംഗ്ലീഷില്, മലയാളത്തില് ഒക്കെ എഴുതിയ പാംഫ്ലെറ്റുകള് ഈ രക്തം കുടിക്കുന്ന കാളിയും ചുടലപ്പറമ്പിലേക്ക് ശിവനെയും ആരാധിക്കരുതേ, ഈ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളായ ക്രിസ്ത്യാനികളെ അവിടെ കാണാം. പക്ഷെ അവരുടെ വസ്ത്രം കാവി വസ്ത്രവും കഴുത്തിൽ രുദ്രാക്ഷവും ഒക്കെ കാണാം. വളരെ ചെറിയൊരു കുരിശറ്റത്ത് കാണാം. അത് സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ. അങ്ങനെ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ വിശുദ്ധ സ്ഥലികളിൽ പോലും കടന്നു ചെന്ന് ഇത്തരത്തിലൊരു ഭീകര പ്രവർത്തനമല്ലേ ഇത്? ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനം നടത്താനുള്ള ശക്തി എവിടുന്ന് വരുന്നു? ഒരു നടപടി ഇവർക്കെതിരെ ഉണ്ടാവില്ലെന്നും ഒരു പ്രതികരണം ഉണ്ടാവില്ലെന്നും വിഡ്ഢികളായ ഹിന്ദുക്കൾ ഇതൊക്കെ പാംഫ്ലെറ്റ് വാങ്ങിയിട്ട് നാളെ കുരിശ് വരച്ചോളൂ എന്ന ഒരു ധൈര്യത്തിന്റെ പുറത്തല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ അത്തരം ധൈര്യമില്ലാതാണെങ്കിൽ ഹിന്ദുക്കൾക്ക് നിയമം മൂലം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളും മറ്റു മാനബിന്ദുക്കളും സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു കാലം വരേണ്ടതാണ്. ഇതുവരെ വന്നിട്ടില്ലെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മുടെ ഹിന്ദു ധർമ്മം എങ്ങോട്ടാണ് പോകുന്നത് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഓരോ സന്യാസിമാരും അവരവരുടെ മഠങ്ങൾ വളർത്തുകയും അവിടെ കൂടുതൽ ധനം സമാഹരിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. മൊത്തത്തിൽ ഹിന്ദു ധർമ്മത്തിനോട് ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ ആരും ചെയ്യുന്നില്ല എന്നത് എനിക്ക് എന്റെ നേരിട്ടുള്ള അനുഭവമാണ്. അല്ല, എന്താ ഇനിയിപ്പോൾ തിരുപ്പതിയിൽ ഈ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ? നമ്മുടെ സ്റ്റാൻലി സാറ് പറഞ്ഞതിന് നടപടിയൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വാർത്ത അടുത്ത വാർത്തയ്ക്ക് വഴിമാറി. ഇപ്പൊ തന്നെ അടുത്ത വാർത്ത വന്നിട്ടുണ്ട്. ഏതൊരുത്തൻ റെയിൽ പാളത്തില് പിന്നെ കമ്പി വെച്ചിട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തി പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഓരോ വാർത്തയുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഹിന്ദുധർമ്മം നിരന്തരം നശിപ്പിക്കുന്ന ശക്തികളാണ് പുറകിലുള്ളത്. അവർ വിശ്രമിക്കുന്നില്ല. ഹിന്ദുക്കൾ മാത്രമേ വിശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ട് നടപടി ഉണ്ടാകാൻ വഴിയില്ല. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ അഭ്യർത്ഥന പോലും അതിന്റെ യഥാർത്ഥ സ്പിരിറ്റിൽ അവർ ഉൾക്കൊണ്ട് നടപടി എടുക്കുമോ എന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല. യെസ്, പ്രൊഫസർ ഷാലി സെബാസ്റ്റ്യൻ പറയാം. അതായത് ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നടപടി സ്റ്റേറ്റോ സെൻട്രോ എടുക്കും, ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ എടുക്കുമെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നില്ല. നേരത്തെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സൈന്യത്തെ കയ്യിൽ വെച്ചുകൊണ്ട് ബംഗാളി ഹിന്ദുവിനെ രക്ഷിക്കാൻ ഒരു നടപടി എടുത്തില്ല. ബംഗാളിലും ബംഗ്ലാദേശിലുള്ള ഒരു നടപടി എടുത്തില്ല. അപ്പൊ ഈ അമ്പലത്തിലെ ആചാരം സംരക്ഷിക്കാനൊക്കെ ഈ ഗവൺമെന്റ് നടപടി എടുക്കുമെന്ന് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ പോലും വിശ്വസിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആന്ധ്രാപ്രദേശിലും മറ്റു സംസ്ഥാനത്തും പോയി അവിടുത്തെ അമ്പലങ്ങളെ ആചാരങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ തിരിച്ചടി കേരളത്തിൽ കിട്ടുന്നുണ്ട്. കേരളത്തിൽ 50% ഇവാഞ്ചലിസ്റ്റുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ രഹസ്യമായിട്ട് മതം മാറി ജിഹാദി, കമ്മ്യൂണിസ്റ്റ്, ലിബറൽ മതങ്ങളിലേക്ക് പോയി. വേറെ 3 ഫോറിൻ മതത്തിലേക്ക് പോയി. അപ്പൊ ഈ ഒരിടത്ത് പോയി നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ കാലിന്റെ അടിയിലെ മണ്ണ് ഊർന്നുപോയി. കേരളത്തിലെ സഭകൾ ഇന്ന് നേരിടുന്ന പ്രശ്നവും കൂടെ ഈ മറ്റുള്ള സ്ഥലത്ത് പോയി ഈ അഭ്യാസങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന 50% പകുതിയിലധികം ക്രിസ്തീയ നാമധാരികൾ കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് കുറെ പേര് ജിഹാദിസ്റ്റിലോട്ട് പോയി, ചിലർ കമ്മ്യൂണിസ്റ്റിലോട്ട് പോയി, ചിലർ ലിബറലിസ്റ്റിലോട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുത്തില്ലെങ്കിലും കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറഞ്ഞ പോലെ ചില തിരിച്ചടികൾ ഇവിടെയും കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഇതൊരു ഇവാഞ്ചലിസ്റ്റിന്റെ വൺമാൻ ഷോ ഒന്നുമല്ല. ആ പോയ ആൾക്കാർക്ക് കൃത്യമായ തിരിച്ചടിയും കാലം കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കിപ്പോ ഇല്ല. ഞാൻ പലരോടും ഇതേപ്പറ്റി ചോദിച്ചപ്പോഴും പറഞ്ഞത് ഗവൺമെന്റ് ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യാതെ ഈ 1000 വർഷം ദുരിതം അനുഭവിച്ച അല്ലെങ്കിൽ ആക്രമണം നേരിട്ട ഹിന്ദു സമൂഹത്തിന് നിയമപരമായ പരിരക്ഷ, കാരണം നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൊഫസർ ഷാലി ഇപ്പൊ സർക്കാർ നടപടിയെടുക്കില്ല, പക്ഷേ ഹിന്ദുക്കൾക്കെങ്കിലും തിരിച്ചറിവുണ്ടാവണ്ടേ? അല്ല, അതിനകത്ത് ഒരു ലോജിക് ഉണ്ട്. നമ്മൾ നിയമം അനുസരിക്കുന്ന ഒരു നിയമാനുസൃത രാജ്യം ഇവിടെയുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പം ഉള്ളതല്ല കാര്യം. ഗവൺമെന്റിന് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. ഗവൺമെന്റിന് ബോധ്യമില്ല. ഗവൺമെന്റ് ഈ 1912 തുടങ്ങി ഇന്ത്യയിൽ ഗാന്ധിസം എന്ന് പറയുന്ന ഒരു ദുർബല തത്വശാസ്ത്രത്തിലാണ്. BJP വരുമ്പോൾ ഗാന്ധിസം മാറുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷേ ഏറ്റവും വീക്കായിട്ടുള്ള, ഏറ്റവും കവാടി ഭീരുത്വമുള്ള ഒരു ഗാന്ധിസമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുത്വമോ അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളോ ഒന്നുമില്ല. ഈ ബ്രിട്ടീഷുകാരനും മുഗളന്മാരും കോൺഗ്രസും കൊണ്ടുവന്ന ഒരു നിയമവും മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷനും അവകാശാധികാരങ്ങളും ഹിന്ദുക്കൾക്ക് കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഈ നടന്നിരിക്കുന്ന അക്രമം എത്ര ഭീകരമാണെന്നോ. ഇപ്പൊ ഞാൻ
ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ 50 നോയമ്പ് എടുക്കുന്ന ആളാ. ഒരു 35 ദിവസം നോയമ്പ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ആരെങ്കിലും സൂത്രത്തിൽ എന്റെ ഭക്ഷണത്തിൽ നോൺ വെജ് തന്നാൽ എനിക്ക് എന്തേരം ദുഃഖം ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ പാനീയത്തിൽ മദ്യം കലർത്തിയാൽ എനിക്ക് എന്തേരം ദുഃഖം ഉണ്ടാവും എന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ ഈ അമ്പലത്തിൽ പോകുന്ന ആള് പ്രസാദം കഴിക്കുമ്പോൾ അവന്റെ വിശ്വാസത്തിന് നിരക്കാത്ത സാധനം അവന്റെ വായിൽ കുത്തി തിരിക എന്ന് പറയുന്നത് വലിയ തെമ്മാടിത്തരമല്ലേ? അതിനൊരു മാപ്പില്ലാത്ത കുറ്റമല്ലേ? അപ്പൊ അത് ശരിക്കും ഇന്ത്യയുടെ നിയമം അനുസരിച്ച് കുറ്റമല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരു ഹിന്ദുവിനെ ഉപദ്രവിക്കുന്നോ ഹിന്ദുവിന്റെ ആചാരത്തെ ലംഘിക്കുന്നതോ ഒരു കുറ്റമല്ല. അവിടാണ് പ്രശ്നം. അതാണ് നമ്മുടെ പാർലമെന്റിലെ 303 പേര് കഴിഞ്ഞ 2019 തുടങ്ങി 24 വരെ ഇരുന്ന 303 പേരില് ഒരാൾക്ക് പോലും എഴുന്നേറ്റ് നിന്നത് പാർലമെന്റിൽ പറയാൻ പറ്റിയില്ല. അതാണ് പരാജയം. എന്നിട്ട് 400 കിട്ടുമെന്നും പറഞ്ഞു, എന്നിട്ട് 400 കിട്ടുമെന്നും പറഞ്ഞു നടന്നു. 400 കൊടുക്കാഞ്ഞതിന്റെ കാരണം ഇപ്പം ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു. അതാണ് സംഭവിച്ചത്. ഇനിയെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു, ഉള്ള ഭൂരിപക്ഷമൊക്കെ വെച്ച്. അതെ, ആ പ്രത്യാശയാണല്ലോ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും മൃഗക്കൊഴുപ്പും മീനെണ്ണയും കൊണ്ടുണ്ടാക്കിയ ലഡു ബോംബ്, നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ ലഡു ബോംബാണ് കോടാനുകോടി ഭക്തജനങ്ങൾ വിഴുങ്ങിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇരുവരും, രണ്ട് അതിഥികളും പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ ആരാധനാലയങ്ങളും സംരക്ഷിക്കുന്ന നിയമം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഇരുവരും വിരൽ ചൂണ്ടിയത്. എന്തായാലും ഹിന്ദുക്കൾ ജാഗരൂകരാവുക. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.